നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. എഴുപുന്ന ഗ്രാമപഞ്ചായത്തിന് വീണ്ടും മിച്ച ബജറ്റ്. ലൈഫ് ഭവന പദ്ധതിക്കും യുവജനക്ഷേമ പദ്ധതികൾക്കും ആരോഗ്യ പദ്ധതി നടത്തിപ്പിനും മുൻതൂക്കമുള്ള ബഡ്ജറ്റാണെന്ന് പ്രസിഡന്റ് ആർ പ്രദീപ് അറിയിച്ചു. മിച്ചമുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഏഴരകുള്ള എഴുപതിനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം. ഇപ്പോൾ മാലിന്യമുക്ത രംഗത്താണെങ്കിലും നമ്മൾ പട്ടണക്കാട് ബ്ലോക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പഞ്ചായത്താണ്. ഇക്കുറി യുവജനക്ഷേമത്തിനും ലൈഫ് ഭവന പദ്ധതിക്കും ആരോഗ്യ രംഗത്തിനുമാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ പട്ടണക്കാട് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ലൈഫ് വീട് കൊടുത്തിരിക്കുന്ന പഞ്ചായത്തും എഴുപതി പഞ്ചായത്ത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ആദര പുരസ്കാരം, കായകൽപ്പ അവാർഡുകളുടെ ജില്ലാതല നേട്ടം കൈവരിച്ച പഞ്ചായത്താണ്. എഴുപുന്ന ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീലേഖ അശോക് അവതരിപ്പിച്ചു. ഈ വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന മേഖല ആരോഗ്യ മേഖലയാണ്. അതുപോലെ തന്നെ എന്നാൽ തന്നെയും മറ്റു മേഖലകളും, സേവന മേഖല, ഉൽപ്പാദന മേഖല, വിദ്യാഭ്യാസ മേഖല, പശ്ചാത്തല മേഖല എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പദ്ധതികൾ കൊള്ളിച്ചുമാണ് നമ്മൾ ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരു 6 കോടി രൂപ, ടൂറിസം മേഖലയ്ക്ക് ഒരു 62 ലക്ഷം, കളിസ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 1.25 കോടി രൂപ, നമുക്ക് പരിമിതരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു 29 ലക്ഷം രൂപ, അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിലുള്ള കെട്ടിടങ്ങൾ ഒരു 93 ലക്ഷം രൂപയുടെ കെട്ടിടങ്ങളും 2.65 കോടി രൂപയ്ക്കുള്ള റോഡുകൾ, പഞ്ചായത്തിന്റെ തന്നെ സമഗ്ര പുരോഗതിയെ ലക്ഷ്യമാക്കിയിട്ട് ഒരു ബഡ്ജറ്റ് തന്നെയാണ് നമ്മുടെ മുൻബാക്കി നീക്കിയിരിപ്പ്. പഞ്ചായത്തിന് 4,81,30,597 രൂപ ഉണ്ടായിരുന്നു. ആകെ വരവ് നമ്മൾക്ക് 28,10,31,000 രൂപയാണ് വരവിനത്തിലുള്ളത്. അതുപോലെ ചെലവ് വന്നിരിക്കുന്നത് 32,59,9 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമുക്ക് നീക്കിയിരിപ്പ് 32,61,597 രൂപ നീക്കിയിരിപ്പുള്ള ഒരു മിച്ച ബഡ്ജറ്റാണ് 2025-26 വർഷത്തിലേക്ക് എഴുപുന്ന ഗ്രാമപഞ്ചായത്തിന്റെ രീതിയിൽ അവതരിപ്പിക്കുന്നത്. മുൻകാല നീക്കിയിരിപ്പ് 4,81,30,597 രൂപയാണ്. വരും വർഷം 28,10,31,000 രൂപ വരവ് പ്രതീക്ഷിക്കുന്നു. ചെലവിനത്തിൽ 32,59 ലക്ഷം രൂപയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്രകാരം 32,61,597 രൂപ മിച്ചം കണക്കാക്കുന്നു. കെട്ടിട നികുതി, തൊഴിൽ നികുതി, ലേലം, വാടക, വിനോദ നികുതി മുതലായ തനത് വരുമാനങ്ങളിലൂടെയും കേരള സർക്കാർ 2025-26 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വിഹിതവും കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന വിവിധ ഗ്രാന്റുകളും ഹഡ്കോയിൽ നിന്നുള്ള വായ്പകളുമാണ് പഞ്ചായത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ്. പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലകൾക്കുള്ള ചെലവിന് പുറമെ താഴെ വിവരിക്കുന്ന മേഖലകളിലും ചെലവഴിക്കുവാൻ ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു. കളിസ്ഥലത്തിനായി 1.25 കോടി, ആരോഗ്യത്തിനായി 1.1 കോടി, ഭവന നിർമ്മാണത്തിന് 6.32 കോടി, മാലിന്യ നിർമ്മാർജ്ജനം 56 ലക്ഷം, വൈദ്യുതി വിതരണം 48 ലക്ഷം, ടൂറിസം 62 ലക്ഷം, അംഗപരിമിതരുടെ ക്ഷേമത്തിന് വേണ്ടി 29 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയോജന പാർക്കുകൾ പോലുള്ള പദ്ധതികൾ അവർക്കായി നടപ്പിലാക്കുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ 48 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വനിതാക്ഷേമത്തിന് വേണ്ടി ഷീ ലോഡ്ജുകൾ സ്ഥാപിക്കുവാൻ 14 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ താഴെ പറയും പ്രകാരം തുക വകയിരുത്തുന്നു. കൃഷിക്കായി 45 ലക്ഷം, മൃഗസംരക്ഷണത്തിനായി 23.5 ലക്ഷം, ക്ഷീരോത്പാദനത്തിനായി 9.5 ലക്ഷം, മത്സ്യബന്ധനത്തിനായി 8 ലക്ഷം, പശ്ചാത്തല മേഖല വികസനത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട്. ബഡ്ജറ്റ് അവതരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതിയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി കെ മധുക്കുട്ടൻ, എം പി ബെനഡിക്ട്, ദീപ ടീച്ചർ എന്നിവരും പ്രതിപക്ഷ കക്ഷികളിലെ അംഗങ്ങളായ തങ്കമണി സോമൻ, സോജി മോൾ, പ്രവീൺ എന്നിവരും ബഡ്ജറ്റിനെ ആശംസിച്ചു സംസാരിച്ചു.